പോണേട്ടാ നട്സിനും അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല. കാഷ്യൂനട്ട് ഇട്ടു. ഇനി നമുക്ക് നമ്മുടെ പീനട്ട് ഇടാവേ. കപ്പലണ്ടി ചൂടാറിയതിന് ശേഷം മാത്രം പൊടിക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ആൽമണ്ടിൻ്റെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഹായ്, അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും കേട്ടോ ഒരുപാട് ഗുണകരമായിട്ടുള്ള ഒരു കാര്യം ഷെയർ ചെയ്യാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാതിരിക്കാം, എങ്കിൽ കൂടി ഞാൻ ചെയ്യുവാണ്. ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് ഓർത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും മുടിയുടെ ഹെൽത്തിനും അതുപോലെ തന്നെ ബോഡിയുടെ ഹെൽത്തിനും ഇത് അതായത് ഫുൾ ബോഡി ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അതാണ് നമ്മുടെ ബയോട്ടിൻ പൗഡർ. നിങ്ങൾക്കറിയാമോ അല്ലേ? എന്തോരം നാളുകളെ നമ്മളത് കേൾക്കുന്നു അല്ലേ? ഞാനത് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. കാരണം എനിക്കിത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് തന്നെ ഞാൻ കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സൗന്ദര്യത്തിന് വേണ്ടിയിട്ടല്ല. നമുക്കത് കൂടെ പോരും ബോണസായിട്ട് ഒക്കെ ആയിക്കോട്ടെ. പക്ഷേ ഞാനിത് കഴിക്കാനായി ഉണ്ടാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്ഷീണം തളർച്ചയും ഒക്കെ മാറാനും അതുപോലെ നമ്മുടെ HB കൗണ്ടൊക്കെ കുറവുള്ളതൊക്കെ കൂടാനും നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യവും ഇതിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ട പോലെ ഡേറ്റ്സിൻ്റെ ലേഹ്യം ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ? ആ ലേഹ്യം ഈ ബയോട്ടിൻ പൗഡറാണ് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഞാനിത് ഇപ്പോൾ ഇത് കുറച്ചൊരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ചൂടാക്കി പൊടിക്കുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഇതിന് ശേഷം മലനാട് മുഴുവൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ചെയ്ത് നോക്കുക ഹോം മെയ്ഡായിട്ട്. പിന്നെ സെയിലിനുണ്ടോ എന്നത് കുറേ നാൾ മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ. നമ്മളിപ്പോൾ അത് തയ്യാറാക്കി വെച്ചിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റും തയ്യാറാക്കി വെക്കുന്നില്ല. ഫ്രഷ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യാനുസരണം മാത്രം തയ്യാറാക്കുക. അപ്പോൾ ഇപ്പോൾ ഞാൻ എൻ്റെ ബോഡി ഒന്ന് നന്നാക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനിത് നമ്മുടെ ബയോട്ടിൻ പൗഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ബയോട്ടിൻ പൗഡറിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ഈ കാണിച്ചു തരുന്ന ഐറ്റംസിൽ തന്നെ നമുക്ക് കിട്ടും. ഇതിൽ നിങ്ങൾക്ക് 1-2 കുറയ്ക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഇതിനോട് കൂടി വേറെ 2 കാര്യങ്ങളും കൂടി ഞാൻ ചേർക്കും കേട്ടോ. പൊടിയായിട്ടാണ് ഞാനിപ്പോൾ ഇത് പൊടിയാക്കാത്തതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ബയോട്ടിൻ എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ശരീരത്തിന് ആവശ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന് കൂടുതൽ ഈ ബയോട്ടിൻ അടങ്ങിയിട്ടുള്ളത് നട്ട്സിലാണ്. കൂടുതൽ നട്ട്സിലും സീഡ്സിലുമാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കുകയാണ്. കണ്ടോ, ഇത് നിങ്ങൾ എല്ലാവർക്കും അറിയാം, കാഷ്യൂനട്ട്. നല്ല കാഷ്യൂനട്ട് നോക്കി മേടിക്കുക. കണ്ടോ, ഇത് കാഷ്യൂനട്ട്, ഇത് ബദാം. ആർക്കറിയാത്തില്ല. ഇതൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് തിന്നാൻ ആഗ്രഹിക്കുന്നവർക്ക് പൊടിക്കൊന്നും വേണ്ട കേട്ടോ. അത് സെപ്പറേറ്റ് കഴിക്കാം. ഞാനിതൊന്നും കഴിക്കില്ല, അതുകൊണ്ടാണ് പൊടിച്ച് വെക്കണത്. അപ്പോൾ ഇത് പീനട്ട്, അതായത് നമ്മുടെ കപ്പലണ്ടി. അപ്പോൾ ഇപ്പോൾ ഇതിൽ 3 നട്ട്സായി തീർന്നിട്ടില്ല. ഇത് നമ്മുടെ ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ, വാൽനട്ട്. കണ്ടോ, വാൽനട്ടാണിത്. വെളിച്ചം ഇവിടെ ട്യൂബ് ഓഫാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് വാൽനട്ട് എന്ന് പറയുന്നത്. അത് വാൽനട്ട് നമ്മളിപ്പോൾ എല്ലാവരും അങ്ങനെ കോമൺ ആയിട്ട് കഴിക്കാറില്ല. നമുക്കതുകൊണ്ട് അത്രയധികം പരിചിതമല്ല ചിലർക്കെങ്കിലും കേട്ടോ. ചിലർക്ക് നല്ല എപ്പോഴും യൂസ് ചെയ്യുന്നവർക്ക് കഴിക്കുന്നവർക്ക് അത് ഇതായിരിക്കും. പിന്നെ നമ്മുടെ നല്ല പ്രധാനപ്പെട്ട 2 സീഡുകളാണ് പംകിൻ സീഡും അതേപോലെ തന്നെ സൺഫ്ലവർ സീഡും കേട്ടോ. ഇതെന്നായാലും നിങ്ങളത് ഒഴിവാക്കരുത്, ഉൾപ്പെടുത്തണം. പിന്നെയുണ്ട് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞില്ല, ഇപ്പം എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യുന്നൊന്നല്ല. നമ്മളത് നന്നായിട്ട് ഇതിൽ ഏതൊക്കെയാണ് ശരിക്കും നമുക്ക് കറക്റ്റായിട്ട് വേണ്ടത് എന്ന് അറിഞ്ഞ് അങ്ങനെയൊക്കെ നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് ഡോക്ടർമാരുടെ ആണെങ്കിലും വൈദ്യമാരുടെ നിർദ്ദേശമൊക്കെ അനുസരിച്ചിട്ട് തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫേസ് പാക്ക് ആണെങ്കിൽ കൂടി ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ കറുത്ത എള്ള്, ഇത് എന്തായാലും വേണം കേട്ടോ. കറുത്ത എള്ള് ഇത് നമുക്ക് വെറുതെ അതൊക്കെ ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്, അതെനിക്ക് ഉണ്ടാക്കി ഞാൻ കഴിക്കും. ഇത് എള്ളുണ്ട ഉണ്ടാക്കുന്ന എള്ളില്ല, അതാണ്. ഇത് കറുത്ത എള്ളാണ്. ബ്രൗൺ എള്ള് നമുക്ക് കിട്ടും കേട്ടോ. പക്ഷെ കറുത്ത എള്ള് തന്നെ വാങ്ങിച്ചാൽ മതി. ബ്രൗൺ അല്ല, വെള്ള അത് വേണ്ട. കറുത്ത എള്ള് വാങ്ങിക്കുക. ബ്ലഡ് വയ്ക്കാനും അയണിൻ്റെ ഒക്കെ കലവറയാണ്. പിന്നെ ഇത് നമ്മുടെ നവര അഥവാ ചൗവരി എന്ന് പറയും. നവരാരി അഥവാ ചൗവരി നമ്മുടെ ഫേസ് പാക്കിൽ അല്ലേ, നമ്മൾ കർക്കിടകത്തിൽ നവരി കസ്തൂരിമലം കൂടി ഒരു ഫേസ് പാക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു പ്രധാന ഘടകമാണിത്. അപ്പോൾ ഇതൊക്കെ ഇവിടെ എപ്പോഴും സ്റ്റോക്ക് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ കാരണം നമുക്കിത് പോണതല്ലേ, അതുകൊണ്ട് കേട്ടോ. കഴുകി ഉണക്കണതൊക്കെ നട്ട്സും ബദാമൊന്നും കഴുകി ഉണക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നല്ല ബ്രാൻഡിൽ നോക്കി മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ കഴുകി ഉണക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ
കാഷ്യൂനട്ടും അതൊക്കെ നമ്മൾ ഞാൻ ചൂടാക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ പാകമൊക്കെ പറയാം. അതുപോലെ എള്ള് ചൂടാക്കുമ്പോഴും അരി ചൂടാക്കുമ്പോഴും അറിയേണ്ട പാകങ്ങളൊക്കെ ഞാൻ അപ്പോൾ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ബയോട്ടിൻ പൗഡർ, അപ്പോൾ ഞാനിത് പൊടിക്കാം, ഫുൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. ബയോട്ടിൻ പൗഡർ ലാസ്റ്റ്, അതായത് മേക്കിംഗ് ആണ്. നമ്മൾ വീട്ടിലെങ്ങനെയാണ് ബയോട്ടിൻ പൗഡർ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ ഇടാൻ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് ചൂടാക്കി പൊടിക്കുന്നതിനാണ് മുൻപ് പൊടിക്കാത്ത പൊടി രൂപത്തിലുള്ളതല്ലാത്തതിൻ്റെ ഇത് ഞങ്ങൾ കാണിച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടതുണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ പ്രത്യേകിച്ച് ഞാനിത് എനിക്കാണ് ഉണ്ടാക്കുന്നത്, ഈ ക്വാളിറ്റി എനിക്കാണ്. സെയിലൊന്നും ഞാനിപ്പോൾ നോക്കണില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എനിക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഭാവിയിൽ ചെയ്തു കൂടായില്ല, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഞാൻ ഓക്കെ ആകട്ടെ, അതിന് ശേഷം നമുക്ക് എന്താ വേണമെന്ന് ചെയ്യാം. ഓക്കെ, കാരണം നമ്മളെന്തെങ്കിലും കാണിക്കുമ്പോൾ ആളുകൾ ചോദിക്കും ഉണ്ടാക്കി തരുമെന്ന്. കാരണം ആർക്കും ഉണ്ടാക്കാൻ ഇപ്പം അറിയാണ്ടോ ഒന്നുമല്ല, നേരില്ലാത്തത് കൊണ്ടാണ്. അപ്പം ഞാനിത് ചൂടാക്കണ പ്രോസസ്സിലേക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് അത് പൊടിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാം ബയോട്ടിൻ പൗഡർ. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യത്തിന് നമ്മുടെ മുടിയൊക്കെ കൊഴിയില്ല, ഒരുപാട് കൊഴിയുണ്ട് എൻ്റെയും മോളുടെയും. അപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല, അതിന് നമ്മുടെ മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ കിട്ടിയില്ലെങ്കിൽ. അപ്പോൾ നമ്മളിതെല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് ചൂടാക്കി എടുക്കാൻ പോകട്ടെ. ചൂടാക്കിയിട്ട് വേണം നമുക്ക് പൊടിക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക്. അപ്പോൾ നമ്മളൊരു കണ്ടാ, നിങ്ങൾ ഈ ഒരു അളവ് കണ്ടാ, ഇതൊക്കെ ഇത് മാത്രമാണ് വലിയതുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ഒരു ക്വാണ്ടിറ്റിയുള്ള പാത്രങ്ങളാണ്. അപ്പോൾ ഇതിലെല്ലാം ഇത്രയ്ക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലൊക്കെ കുറച്ച് കൂടിയാലും കുറഞ്ഞാലൊന്നും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ചൂടാക്കാം. അപ്പോൾ നമ്മൾ ചീനച്ചട്ടി നല്ല ചൂടായിട്ട് ഉരുളിയിലോ ചട്ടിയിലോ ചൂട് കെട്ടിയിൽ ഏത് പാത്രം വേണമെങ്കിൽ വയ്ക്കാം. നമുക്ക് ചൂടാവണം നന്നായിട്ട്, നമുക്കത് സ്റ്റോർ ചെയ്യാനുള്ളതല്ല അതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ നവരരിയാണ് ഇടുന്നത്. നമ്മുടെ നവരരി അത് പൊട്ടണ ഭാഗം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ നവരരി നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് പൊട്ടും, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ നട്ട്സൊക്കെ ചേർക്കാം കേട്ടോ. നവരരിയിലൊക്കെ നമ്മുടെ ഇപ്പോൾ ഈ നമ്മുടെ ബയോട്ടിൻ പൗഡർ ചേർത്തിരിക്കുന്ന നമ്മുടെ നട്ട്സ് ആണെങ്കിലും അരി ആണെങ്കിലും ഒക്കെ ഇതിലടങ്ങിയിരിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല, അതായത് ഇതൊക്കെ ഗുഡ് ഫാറ്റാണ്. നമ്മുടെ കാഷ്യൂ നട്ടിലാണെങ്കിലും ബദാമിലാണെങ്കിലും ഒക്കെ നമ്മുടെ ഹൃദയാരോഗ്യത്തിനൊക്കെ നല്ലതാണ്. ഇതൊക്കെ നമ്മുടെ HPയുടെ കൗണ്ടൊക്കെ കൂടാൻ നല്ലതാണ്. അതേപോലെ തന്നെ സ്കിന്നിനും ബോഡിക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. കണ്ടാ കണ്ടാ അരമണികളിങ്ങനെ ഉതിർന്നുണ്ടോ, പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അരി, കുറേശ്ശൊക്കെ പൊട്ടി തുടങ്ങി. അപ്പോൾ നമുക്ക് നട്ട്സുകൾ ആഡ് ചെയ്യാം കേട്ടോ. ചൂട് കെട്ടുള്ള പാത്രം എടുക്കണേ, ഞാൻ ഉരുളെടുക്കാൻ മടിച്ചിട്ട് എടുത്തതാണ്. അപ്പം നമുക്കത് തീ കുറച്ചിട്ട് നന്നായി ചൂടാവണം. അപ്പോൾ ഇത് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നട്ട്സുകൾ ആഡ് ചെയ്യാൻ പോവാണ് ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ കാഷ്യൂ നട്ടാണ് നമ്മൾ ഇടാൻ പോകണം കേട്ടോ. നട്ട്സിനൊന്നും അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല. കാഷ്യൂ നട്ട് ഇട്ടു. ഇനി നമുക്ക് നമ്മുടെ പീനട്ട് ഇടാവേ, കപ്പലണ്ടി. ആൽമണ്ട് ഇടാം കേട്ടോ, ബദാം. പിന്നെ നമ്മുടെ എള്ള് നമുക്ക് ലാസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ, കാരണം എള്ള് പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ഈ നിങ്ങൾ വിചാരിക്കും ബദാമും ഈ കാഷ്യൂ നട്ടൊക്കെ ആകുമ്പോൾ ഭയങ്കര ഫാറ്റ് തന്നെ, നല്ല ഫാറ്റാണ്. നമ്മുടെ പൊട്ട കൊഴുപ്പിനെ മാറ്റിയിട്ട് നല്ല ഫാറ്റിനെ വർദ്ധിപ്പിക്കണ ഒരു ഇതാണ് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ കാഷ്യൂ നട്ട്, ആൽമണ്ട്, പീനട്ട്, അതായത് ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ്, വെയിറ്റ് ലോസിന് നല്ലതാണ്, റിച്ച് പ്രോട്ടീനാണ്. ഇതൊക്കെ ഇതാണ് നമ്മുടെ ശരീരത്തിന് വേണ്ടത്. അപ്പോൾ നമ്മളിത് ഓരോ സ്പൂൺ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് ഇങ്ങനെ പെട്ടെന്ന് എപ്പോഴും വിശക്കുന്ന ഒരു ഇതിന് മാറി നമുക്ക് വേണ്ടത്രയാകുമ്പോൾ നമ്മൾ വയറെന്നറിയും. അങ്ങനെയാണ് നമ്മൾ അധികം ഭക്ഷണം കഴിക്കാതെ ആകുമ്പോൾ തന്നെ നമ്മുടെ ശരീരഭാരം കുറയും കേട്ടോ. വാൽനട്ട് ഇടാം കേട്ടോ, അതിൽ omega-3 ഫാറ്റി ആസിഡൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കറിയാം നല്ലതാണത്. മീനൊക്കെ നമുക്ക് തിളക്കം കൂട്ടാനൊക്കെ അടിപൊളിയാണ്. ഈ പറഞ്ഞ നമ്മൾ ഇട്ട ഈ ഐറ്റംസിലൊക്കെ നമ്മൾ ധാരാളം എന്താ പറയുക ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതേപോലെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്.
ഇത് കുറേ, അതായത് നമ്മുടെ ഒരു ബോഡിക്കും സ്കിന്നിന്, അതുപോലെ മുടിയുടെ വേരിന് ബലം നൽകും. അപ്പോൾ വളരെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് ഈ വാൽനട്ട് ആരും ഒഴിവാക്കരുത് കേട്ടോ, വളരെ നല്ലതാണ്. ബദാമിന് ഇത് സീഡ് ഇടാട്ടോ. നമുക്ക് സീഡുകൾ സൺഫ്ലവർ സീഡ് കേട്ടോ. ബദാമിന് സൺഫ്ലവർ സീഡാ അവർക്കറിയാം. പിന്നെ പംകിൻ സീഡ്. നമ്മൾ ഇനി എള്ള് മാത്രമേ ഇടാവുള്ളൂ, ബാക്കി എല്ലാം ഇട്ടുണ്ട് കേട്ടോ. എല്ലാം ഉണ്ട് ഇതിൽ. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാനായിട്ട് സെപ്പറേറ്റ് ഇട്ട് ചൂടാക്കാം കേട്ടോ. കാരണം എള്ള് പെട്ടെന്ന് ചൂടാവും. കുറച്ച് ഒരു ചൂടാ വേണ്ടു. അപ്പോൾ നമുക്കിത് മാറ്റി വെച്ചിട്ട് എള്ള് വേറെ ചൂടാക്കാം കേട്ടോ. ബാക്കി എല്ലാം ഇട്ടിട്ടുണ്ട് ഇതിൽ. നമുക്കിത് മാറ്റി വയ്ക്കാവേ. നമുക്ക് എള്ള് ചൂടാക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം പൊടിക്കാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ആൽമണ്ടിൻ്റെ തൊലി ഇല്ലാത്തത് പൊടിക്കാൻ ശേഷം നല്ലത്. കാരണം നമ്മൾ മിക്സിയിലാണ് നമ്മൾ പൊടിക്കണമെങ്കിൽ അത് ഇതായി പോകും കിട്ടോ. നമ്മൾ എള്ളും കൂടി ഇടാണ് കേട്ടോ. ഇതിൽ നമ്മളന്ന് എന്താ പറയുക, വാൽനട്ടിൻ്റെ പൊടിയൊക്കെ മിക്സ് ആയതാണത്. പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കാണിച്ചു തന്നിട്ട് എല്ലാം കൂടി ഒരുപോലെ ഇട്ടിട്ട്. അപ്പോൾ എള്ളിന് പെട്ടെന്ന് തന്നെ ആവട്ടെ. എള്ള് കരിഞ്ഞു പോകാൻ നോക്കണേ. എള്ള് വളരെ 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 നല്ലതാണ്. സ്കിന്നിന് ഏറ്റവും സ്പെഷ്യലാണ്. അയൺ കണ്ടൻ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ടുണ്ട് എള്ള്, നമുക്കറിയാം. അപ്പോൾ ആരും ഇത് ഒഴിവാക്കരുത് കേട്ടോ. എള്ളൊക്കെ വേണം. ചൂടുകട്ടിയുള്ള പാത്രം എടുത്തോളൂ കേട്ടോ, അടി കഴിയാൻ ചാൻസ് ഉണ്ട്. അതാണ് എള്ളിൻ്റെ പാകം കേട്ടോ. നന്നായി പൊടി പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് എള്ള് ഇറക്കാം. എള്ള് നിങ്ങൾ ലൂസായിട്ട് വാങ്ങിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ കഴുകി ഉണക്കുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ കഴുകി ഉണക്കി പാക്കറ്റുകളിലാക്കുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. അങ്ങനെ എള്ള് ഞാൻ പിന്നെ കഴുകിയിട്ടില്ല. പക്ഷെ അരി ഞാൻ ലൂസാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് കഴുകി ഉണക്കി കേട്ടോ. പിന്നെ നട്ട്സും സീഡ്സൊക്കെ നല്ലതായിട്ടാണ് വരുന്നത്. മറ്റേ ഇതിനല്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ മുടി കൊഴിച്ചിലൊക്കെ മാറി മുടി നന്നായിട്ട് ഉണ്ടാവാനും, അതുപോലെ സ്കിന്നിൻ്റെ തിളക്കം വർദ്ധിക്കാനും നിറം വർദ്ധിക്കാനും ഏറ്റവും അധികം ബോഡി ഹെൽത്ത് അതിന് ഉണ്ടായാൽ അതും ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നന്നായി ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതും കൂടി ചേർത്തതിൽ മിക്സ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ എള്ള് അതിൻ്റെ ഇതിലേക്ക് ഇടാം. നന്നായിട്ട് ചൂടുണ്ട് കേട്ടോ. പാത്രമൊക്കെ നല്ല ചൂടാണ്. ഇപ്പോൾ പകർത്തിയ പാത്രമൊക്കെ നല്ല ചൂടാണ്. എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി നല്ല ഇപ്പോൾ കണ്ടോ, ഈ പാത്രമൊക്കെ നല്ല ചൂടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് ചൂടാറിയിട്ട് വേണം നമുക്ക് പൊടിക്കാനായിട്ട്. അതേപോലെ നിങ്ങൾ വറുക്കുമ്പോഴേ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക കേട്ടോ. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കയ്യിൽ എടുത്താൽ അടിപിടിക്കും, കരിയും കേട്ടോ. നിങ്ങൾ കണ്ടുല്ലോ, ഇതാണ് കേട്ടോ നമ്മളൊക്കെ പൊടിച്ച് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒക്കെ നല്ല ചൂടാണ് കണ്ടോ. അപ്പോൾ ഈ മിക്സ് നമ്മളിനി പൊടിക്കണം. ഇതിപ്പോൾ ഇന്ന് നടക്കില്ല, ഇന്ന് വൈകുന്നേരമാണ് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇത് പൊടിക്കുന്നയാൾ മുമ്പ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഫസ്റ്റ്. അത് വേറൊരു ദിവസമാണ്, അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ വറുക്കണത്. ഇനി നാളെയാണിത് പൊടിക്കണത് കേട്ടോ. അപ്പോൾ ഇത് പൊടിച്ചതിന് ശേഷം രണ്ട് കാര്യം കൂടി ഞാൻ ഇവിടെ ചേർക്കും. അതും കൂടി നിങ്ങൾ കാണിച്ചു തരാം. അത് മിക്സിങ്ങിൽ കാണിച്ചു തരാം കേട്ടോ. അത്രയും കൂടി ഉണ്ടായ നമ്മുടെ ബയോട്ടിൻ പൗഡർ റെഡി ആയിട്ട് എല്ലാവരും ചെയ്ത് നോക്കണം. ഞാനിനി ആവർത്തിച്ച് വീഡിയോ ബോറടിപ്പിക്കണില്ല. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നിങ്ങളത് കണ്ടതുമാണ്. അപ്പോൾ നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്യണം, കാരണം നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ പൊടിച്ചു കൊണ്ടുവന്നിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം ബയോട്ടിൻ പൗഡർ ഞാൻ പൊടിച്ചിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാട്ടാ ഞാൻ പൊടിച്ചിട്ടുണ്ട്. ഈ ഒരു എന്താ പറയുക, ഞാനൊരു വലിയ പാത്രം എടുത്തതാണ് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളിതിൽ കണ്ടോ, ഇതിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കട്ടകൾ കണ്ടോ. അതെന്താണെന്നറിയോ, എള്ളിലും
നമ്മുടെ തൊലി കളയാത്ത ആൽമണ്ടിലും ഓയിൽ കണ്ടൻറ്റും ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പൊടിപ്പിക്കുമ്പോൾ ഇങ്ങനെയാവും. അപ്പോൾ എള്ളിൻ്റെ ഇത് കുറയ്ക്കും തോറും, അല്ലെങ്കിൽ എള്ളില്ലെങ്കിൽ ഇത് ഫൈൻ പൗഡറായിട്ട് കിട്ടും. പക്ഷെ നമുക്ക് എള്ള് വളരെ നല്ലതാണ്, അതുകൊണ്ട് വേണം. അപ്പോൾ ഇതാ പൊടിച്ചിട്ട് ഇങ്ങനെയാണ് രൂപം കേട്ടോ. അപ്പോൾ നമുക്കിതൊക്കെ ഞാൻ പാലിൽ കുറുക്കി കഴിക്കാനാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പാലിൽ കുറുക്കി കഴിക്കാനാണ്, അല്ലെങ്കിൽ ചൂട് പാലിൽ കലക്കിയിട്ടും കുടിക്കാം, സ്മൂത്തി ആയിട്ടൊക്കെ കുടിക്കാം. അപ്പോൾ അതിന് നമുക്ക് ഈ ഒരു ഇത് പ്രശ്നമല്ല. അപ്പോൾ ദാ ഫൈൻ പൗഡർ തന്നെയാണ്, പക്ഷെ നമ്മൾ കണ്ടോ കുഞ്ഞു കുഞ്ഞു കട്ടകൾ നമ്മൾ പുട്ടുപൊടിക്ക് കഴിക്കുന്ന പോലെ. അതിന് കാരണം എള്ളിൻ്റെ ആൽമണ്ടിൻ്റെ ഓയിൽ കണ്ടൻറ്റ് അത് നമുക്ക് കളയാൻ പാടില്ല, നല്ലതല്ലേ. അപ്പം അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ 2 കാര്യങ്ങൾ കൂട്ടി ചേർക്കുമ്പോൾ പറയാമെന്ന് പറഞ്ഞല്ലോ. ആ 2 കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഇത് കേട്ടോ. അതായത് നമ്മുടെ റാഗിയുടെ പൗഡർ കാണുന്നുണ്ടല്ലോ അല്ലേ, റാഗിയുടെ പൗഡർ. അപ്പോൾ പിന്നെ ചേർക്കാൻ പോകുന്നത് നമ്മൾ ഒന്നെങ്കിൽ ചക്കര അല്ലെങ്കിൽ ശർക്കര. ഷുഗർ ചേർക്കരുത്, പഞ്ചസാര ചേർക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഇപ്പം നിങ്ങൾക്ക് ശർക്കര കാണിച്ചു തരാത്തതിൻ്റെ കാരണം ഇത് ശർക്കരയുടെ മധുരം എൻ്റെ മോൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ അവളത് ചിലപ്പോൾ മധുരം ഇല്ലാതായിരിക്കും ഇത് കഴിക്കുക. അപ്പോൾ അത് നോക്കി അതിനനുസരിച്ച് നമ്മളത് തയ്യാറാക്കുന്ന സമയത്ത്, നമ്മളത് പാലിൽ കുറുക്കുന്ന സമയത്ത് അവൾ ഇഷ്ടപ്രകാരം ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ അത് അവൾ കഴിക്കത്തില്ല, അങ്ങനെയാണ്. ചെറിയൊരു ഇഷ്ടക്കേട് തോന്നി കഴിക്കത്തില്ല. വെല്ലത്തിൻ്റെ മധുരം പഞ്ചസാരയുടെ മധുരമാണെങ്കിൽ ഓവർ ഇവിടെ നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടമല്ല, അത് നല്ല കാര്യമാണ്. പക്ഷെ ശർക്കരയുടെ മധുരം നമുക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ അവൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം ചേർക്കണമെങ്കിൽ മാത്രം ഞാൻ ചേർക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ശർക്കര ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണലേ ചേർക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ റാഗി പൗഡർ ഇതിൽ മിക്സ് ചെയ്യാൻ പോവാണ്. ഇപ്പം ഇത് ഞാൻ 1 കിലോനേക്കാളും മേലെയുണ്ട്. നമ്മൾ കണ്ടില്ലേ, നിങ്ങൾ കണ്ടില്ലേ ചൂടാക്കിയതും ചൂടാക്കണതിന് മുൻപുള്ള റോയും ഒക്കെ കണ്ടില്ലേ. അപ്പോൾ അത് ഇത്രയ്ക്കും ഉണ്ട് കേട്ടോ. ഇനി നമ്മളിത് മിക്സ് ആക്കണം. ഞാനിത് മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ. റാഗി പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ. നമുക്കിനി ഇത് മിക്സ് ചെയ്യാം. നന്നായി അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായി അങ്ങ് മിക്സ് ചെയ്യാവേ. ഇതിപ്പോൾ ഒരു 1.5 കിലോ ഉണ്ടാവും റാഗി അടക്കം കേട്ടോ. 1.5 കിലോന് അടുത്തുണ്ട്. നിങ്ങൾക്കറിയാം ആകെ 2 സ്പൂണ് നമുക്ക് വേണ്ടു. നല്ലതാണ് കേട്ടോ. നല്ലതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിന് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തോരം നമ്മുടെ ഭക്ഷണം വെജിറ്റബിൾസ് ആണെങ്കിലും മറ്റുള്ള ഫ്രൂട്ട്സ് ആണെങ്കിലൊക്കെ കുറച്ചാലും നമുക്ക് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള എനർജി ഉൽപ്പാദിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇത് ബയോട്ടിൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ നമ്മുടെ എള്ള് ഇല്ലെങ്കിൽ ഇത് നല്ല കറക്റ്റായിട്ട്, അതുപോലെ ആൽമണ്ടിൻ്റെ തൊലി ഇല്ലാത്തത് മേടിച്ചാൽ കറക്റ്റായിട്ട് നമുക്ക് ഫൈൻ പൗഡറായി കിട്ടും കേട്ടോ. ഇങ്ങനെ കട്ടകളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ നമുക്ക് 2 ഉണ്ട് ഇതുകൊണ്ട് ഉപകാരം. കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഉണ്ട പിടിക്കാം. നാളികേരം ചിരകിട്ടിട്ട് നമ്മൾ എള്ളുണ്ട കൈ കൊണ്ട് പിടിക്കില്ലേ, അതുപോലെ ഉണ്ട ഉണ്ടാക്കി തിന്നാം. എനിക്കാണ് അങ്ങനത്തെ ഇഷ്ടം. ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോരുത്തരും ഇഷ്ടം അനുസരിച്ച് നമുക്കിതിനെ കൺവേർട്ട് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കാം കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ മിക്സിങ് കഴിഞ്ഞു. അപ്പോൾ ആരും ഇത് മിക്സ് ചെയ്യരുത്. ഇത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി വെച്ചാൽ കുട്ടികളുടെ കാര്യത്തിൽ അവർ കുറച്ച് ഭക്ഷണം കുറച്ച് കഴിച്ചു എന്ന് ഓർത്തിട്ട് വിഷമിക്കോ കാര്യങ്ങളോ ഒന്നും വേണ്ട. എല്ലാവർക്കും 5 വയസ്സ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും ഏത് പ്രായക്കാർക്കും കഴിക്കാം. പിന്നെ ഈ വെള്ളം നമ്മുടെ ആവശ്യാനുസരണം ചേർത്ത് വെച്ച ഉപകാരം. പിന്നെ അപ്പം ചേർക്കണ്ട. നിങ്ങൾ മധുരത്തിനനുസരിച്ച് അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതും കൂട്ടാവുന്നതാണ് കേട്ടോ. മഗ്നീഷ്യം സിങ്ക് ഞാൻ ആവർത്തിക്കണില്ല, എല്ലാം അടങ്ങിയൊരു സൂപ്പർ ഫുഡാണ് നമ്മുടെ ബയോട്ടിൻ പൗഡർ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വെച്ച് നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്